ഒരു നാൾ പാണ്ഡവ പത്നിയായ ദ്രൗപദി ഭീമസേനോട് കല്യാണ സൗഗന്ധികം എന്ന പുഷ്പത്തെപ്പറ്റി സംസാരിക്കുന്നു. ആ പുഷ്പം തനിക്ക് വേണം എന്ന ആഗ്രഹവും പ്രകടിപ്പിക്കുന്നു. പ്രിയപത്നിയുടെ ആഗ്രഹസാഫല്യത്തിനായി ഭീമസേനൻ കല്യാണ സൗഗന്ധികം തേടി വനത്തിലേക്ക് യാത്രയായി. ഉൾവനത്തിലേക്ക് പോകും വഴി മാർഗമധ്യേ ഒരു വയസ്സായ വാനരൻ കിടക്കുന്നത് ഭീമസേനൻ കാണുന്നു. വാനരന്റെ വാൽ വഴിയിലേക്ക് നീണ്ടു കിടക്കുന്നതിനാൽ ഭീമസേനൻ അഹങ്കാരത്തിൽ പറഞ്ഞു, ഹേ വാനര, നിന്റെ വാൽ നമ്മുടെ മാർഗത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനാൽ എത്രയും വേഗം മാറ്റിക്കൊള്ളുക. നമുക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഇതെല്ലാം ശ്രവിച്ചുകൊണ്ടിരുന്ന വാനരൻ പറഞ്ഞു, ദയവായി എന്നോട് ക്ഷമിക്കണം. വളരെയധികം വയസ്സായതിനാൽ ഞാൻ വളരെയധികം ക്ഷീണിതനുമാണ്. വാൽ മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അങ്ങ് തന്നെ എൻ്റെ വാൽ കുറച്ച് നീക്കി വെച്ച് പോയിക്കൊള്ളുക. ഇത് കേട്ട ഭീമസേനൻ പറഞ്ഞു, നമ്മുടെ കരങ്ങളാൽ നിന്റെ വാൽ നീക്കുക അസാധ്യമാണ്. വേണമെങ്കിൽ എൻ്റെ ഗദയുടെ അറ്റം കൊണ്ട് നീക്കാം. അപ്പോൾ വാനരൻ പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം. ഭീമസേനൻ ഗദയെടുത്തു വാൽ നീക്കുവാൻ ശ്രമിച്ചു. വാൽ പോയിട്ട് വാലിലെ ഒരു രോമം പോലും അനങ്ങിയില്ല. അത്ഭുത സ്തബ്ധനായ ഭീമസേനൻ കൂടുതൽ ബലത്തിൽ നീക്കിയിട്ടും അനങ്ങുന്നില്ല എന്ന് കണ്ട സമയം തൻ്റെ ഇരു കരങ്ങളും ഉപയോഗിച്ച് വാൽ ഉയർത്തുവാൻ ശ്രമിച്ചു. എത്ര ബലം പ്രയോഗിച്ചിട്ടും പ്രയോജനമില്ല എന്ന് കണ്ട സമയമാണ് ഭീമസേനന് ഒരു കാര്യം മനസ്സിലായത്. ഇത് സാധാരണ ഒരു വാനരൻ അല്ല. ഇരുകരങ്ങളും കൂപ്പിക്കൊണ്ട് ഭീമസേനൻ പറഞ്ഞു, അങ്ങ് ആരായാലും യഥാർത്ഥ രൂപത്തിൽ വരണം. വാനരന്റെ യഥാർത്ഥ രൂപം കണ്ട ഭീമസേനൻ ഞെട്ടിപ്പോയി. വാനര രൂപത്തിൽ വന്നത് സാക്ഷാൽ ശ്രീരാമഭക്തൻ വായുപുത്രൻ ആഞ്ജനേയനായിരുന്നു. തൻ്റെ അഹങ്കാരത്തിന് ഭീമസേനൻ മാപ്പിരുന്നു. എല്ലാ തെറ്റുകളും ക്ഷമിച്ചുകൊണ്ട് ആഞ്ജനേയസ്വാമി ഭീമസേനോടായി ഇങ്ങനെ പറഞ്ഞു, ഭീമസേന, നീ പിറന്നതും വായുദേവന്റെ അനുഗ്രഹത്താൽ ആയതിനാൽ നീ നമുക്ക് സഹോദര സ്ഥാനീയനാണ്. നമ്മുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിന്നിൽ എപ്പോഴും ഉണ്ടാകും. പോയിക്കൊള്ളുക. അങ്ങനെ അവിടെ നിന്നും ഭീമസേനൻ യാത്രയായി. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അഹങ്കാരം നശിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ബലം 10 മടങ്ങായി വർദ്ധിച്ചു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.